ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 88. ഈശോ മഗ്ദലന മറിയത്തെ കാണുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഗലീലിയ തടാകത്തിലാണ്. 2 വള്ളങ്ങളുണ്ട്. ഈശോ ആദ്യത്തെ വള്ളത്തിലാണ്. പത്രോസ്, ആൻഡ്രൂ, സൈമൺ, ഈശോയുടെ കസിൻ യൂദ, ജെയിംസ് എന്നിവരും ആട്ടിടയൻ ജോസഫുമുണ്ട്. മറ്റൊരു വള്ളത്തിൽ സെബദിയുടെ പുത്രന്മാർ യൂദാസ്കറിയോത്ത, ഫിലിപ്പ്, നഥാനിയേൽ, മാത്യു എന്നിവരുമുണ്ട്. നല്ല തണുത്ത കാറ്റ് അനുകൂലമായി വീശുന്നുണ്ട്. വള്ളങ്ങൾ തമ്മിൽ ഏതാനും വാര അകലമേ ഉള്ളൂ. അതിനാൽ ശിഷ്യന്മാർ പരസ്പരം സംസാരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈശോ വള്ളത്തിൻ്റെ തലയ്ക്കൽ ഇരിക്കുകയാണ്. ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ശിഷ്യരുടെ സംഭാഷണമൊന്നും ഈശോ ശ്രദ്ധിക്കുന്നതേയില്ല. പത്രോസ് 2 പ്രാവശ്യം വിളിച്ചു. ആദ്യം വിളിച്ചത് വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനാണ്. 2ാം പ്രാവശ്യം വിളിച്ചത് മറ്റുള്ളവരെല്ലാം കഴിക്കുന്നത് പോലെ റൊട്ടിയും ചീസും വേണോ എന്നറിയാനാണ്. എന്നാൽ ഈശോയ്ക്ക് വെയിലിൽ നിന്ന് മറയും വേണ്ട, റൊട്ടിയും വേണ്ട. പത്രോസ് പിന്നെ അലട്ടിയില്ല. വിനോദസഞ്ചാരികളുടെ ഏതാനും ചെറിയ ബോട്ടുകളും തടാകത്തിൽ നീങ്ങുന്നുണ്ട്. വെൽവെറ്റ് മേൽക്കട്ടിയും മാർദ്ദവമേറിയ കുഷ്യനുകളുമുള്ള ബോട്ടുകൾ. മുക്കുവരുടെ ബോട്ടുകൾക്ക് വിലങ്ങനെയാണവ വരുന്നത്. ആ ബോട്ടുകൾ നിറയെ സുന്ദരികളായ സ്ത്രീകളും കുറേ റോമാക്കാരും ഏതാനും പാലസ്തീനരും കുറച്ച് ഗ്രീക്കുകാരുമുണ്ട്. ഒരു ഗ്രീക്കുകാരൻ പറയുന്നു, എൻ്റെ പിതൃരാജ്യമായ ഒളിമ്പസിൽ ഇത്ര സുന്ദരമായ നീലിമയാർന്ന പൂക്കളില്ല. ദേവതകൾ അവിടം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നതിൽ അത്ഭുതമില്ല. റോസാപ്പൂക്കളും അനുമോദനങ്ങളും ഗ്രീക്ക് ദേവതകളുടെ മേലല്ല, ഈ യഹൂദ ദേവികളുടെ മേൽ വിതരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബോട്ടിലുള്ള സ്ത്രീകളുടെ ദേഹത്ത് റോസാദളങ്ങൾ വിതറുന്നു. റോമാക്കാരനായ ഒരാൾ മറുപടി പറയുന്നു, ഗ്രീക്കുകാരനായി നീ പൂ വിതറുക. എന്നാൽ വീനസ് എൻ്റെ കൂടെയാണ്. ഞാൻ റോസാപ്പൂക്കൾ വിതറുകയില്ല, പെറുക്കുകയാണ് ചെയ്യുന്നത് ഈ സുന്ദരമായ അധരങ്ങളിൽ നിന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന മഗ്ദലനായിലെ മേരിയുടെ അധരങ്ങളിൽ ചുംബിക്കുന്നു. തൻ്റെ സ്വർണ്ണ നിറമുള്ള ശിരസ് റോമാക്കാരൻ്റെ മടിയിൽ വെച്ച് കുഷ്യനിൽ ചാരിക്കിടക്കുകയാണവൾ. ഇപ്പോൾ ചെറു ബോട്ടുകൾ വലിയ വള്ളങ്ങളുടെ മുമ്പിലായി. തുഴയുന്നവരുടെ പരിചയക്കുറവും പെട്ടെന്നുണ്ടായ കാറ്റും നിമിത്തം തമ്മിൽ മുട്ടുമെന്ന സ്ഥിതിയായി. പത്രോസ് അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ശക്തിയായി തുഴഞ്ഞു. വള്ളം വെട്ടിക്കാൻ നോക്കുന്നതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊള്ളൂ. പുരുഷന്മാർ പരസ്പരം ശകാരവർഷം നടത്തുന്നു. സ്ത്രീകൾ ഭയപ്പെട്ട് നിലവിളിക്കുന്നു. റോമാക്കാർ ഗലീലിയക്കാരെ നിന്ദിച്ചു പറയുന്നു. പത്രോസും മറ്റു ഗലീലിയക്കാരും ഈ നിന്ദനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. വള്ളങ്ങൾ വിട്ടകലുന്നത് വരെ ഈ കോലാഹലം നീണ്ടു നിൽക്കുന്നു. ഈശോ തൻ്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയതേയില്ല. മനസ്സ് വിദൂരങ്ങളിൽ എവിടെയോ ആണ്. വള്ളങ്ങളെയോ യാത്രക്കാരെയോ ഒന്നും നോക്കുകയോ ഒരു വാക്കു പറയുകയോ ചെയ്യുന്നില്ല. ഒരു സ്ത്രീ ഒരു പൂവ് ഈശോയുടെ നേർക്കും എറിഞ്ഞു. എന്നാൽ ഈശോ അനങ്ങുന്നില്ല. പൂവ് ഈശോയുടെ മുഖത്ത് കൊള്ളത്തക്ക വിധം അടുത്തു വന്നു. അത് താഴെ പലകയിൽ വീണയുടൻ ദേഷ്യം പിടിച്ച പത്രോസ് അത് ചവിട്ടി ഞെരിച്ചു. നീ എന്നെപ്പോലെ ഒരു യൂദാക്കാരനാണല്ലോ. ഒന്ന് പറഞ്ഞേ, സ്വർണ്ണ നിറത്തിൽ മുടിയുള്ള ആ സുന്ദരി ബഥനിയിലെ ലാസറിൻ്റെ സഹോദരിയല്ലേ? സൈമൺ പറയൂ, യൂദാസ്കറിയോത്ത ചോദിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. കനയനായ സൈമൺ ഒരു താല്പര്യവും കാണിക്കാതെ മറുപടി പറഞ്ഞു. ജീവിക്കുന്നവരുടെ കൂടെ ഞാൻ വന്നിട്ട് കുറച്ച് നാളുകളിലേ ആയുള്ളൂ. അവൾ ഒരു യുവതിയാണല്ലോ. ബഥനിയിലെ ലാസറിനെ നിനക്ക് അറിയുകയില്ലെന്ന് എന്നോട് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയാണെങ്കിൽ ലാസറിൻ്റെ സഹോദരിയായ പാപിനിയെയും നീ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ 10 വർഷമായി ആളുകളെല്ലാം അവളെക്കുറിച്ച് പറയുന്നു. യുവത്വം ആരംഭിച്ചതേ അവളുടെ തല തെറിച്ചു തുടങ്ങിയെന്ന്. 4 വർഷത്തിലേറെയായി നീ മരണത്തിൻ്റെ താഴ്വരയിലായിരുന്നെങ്കിലും ആ ഉതപ്പ് നീ അറിഞ്ഞു കാണണം. അവൾ കുട്ടിയായിരുന്നപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. അന്നവൾ പരിശുദ്ധയായിരുന്നു. ഇപ്പോൾ ഞാൻ അവളെ വീണ്ടും കണ്ടിരിക്കുന്നു. അവൾ മദാലസയാണെങ്കിൽ ഒരു വിശുദ്ധ സ്ത്രീയായിരുന്ന അവളുടെ അമ്മയുടെ ജീവിക്കുന്ന പ്രതിരൂപമാണവൾ. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ നിന്റെ സ്നേഹിതൻ്റെ സഹോദരിയാണെന്നുള്ളത് നിഷേധിക്കാൻ തുടങ്ങിയത്? നമ്മുടെ വ്രണങ്ങളും നമ്മുടെ സ്നേഹിതരുടെ വ്രണങ്ങളും മറച്ചു വെക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുക, പ്രത്യേകിച്ചും നമ്മൾ സത്യസന്ധതയുള്ള സ്നേഹിതരാകുമ്പോൾ. യൂദാസ് ഒരു കൃത്രിമ ചിരി ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് സൈമൺ, നീ ആത്മാർത്ഥതയുള്ളവനാണ്. പത്രോസ് പറയുന്നു. നീ അവളെ മനസ്സിലാക്കിയോ? നീ തീർച്ചയായും മത്സ്യം വിൽക്കാൻ മഗ്ദലനയിൽ പോകാറുണ്ടല്ലോ? യൂദാസ് ചോദിക്കുന്നു. എൻ്റെ കുട്ടി ദിവസം മുഴുവനും സത്യസന്ധമായി പണിയെടുത്ത് പുറം പൊട്ടിയിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളിൽ ശ്രദ്ധ വയ്ക്കാനൊന്നും താല്പര്യമുണ്ടാവില്ല. സ്വന്തം ഭാര്യയുടെ വിശുദ്ധമായ കിടക്കയെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, പത്രോസ് പറഞ്ഞു.
ഹേയ്, മനോഹരമായ വസ്തുക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. വേറൊരു ഉദ്ദേശമില്ലെങ്കിലും അവയൊന്ന് നോക്കാൻ ആഗ്രഹിക്കാതിരിക്കില്ല. എന്തിന്? എൻ്റെ മേശയ്ക്കുള്ള ഭക്ഷണമല്ല അത് എന്ന് പറയാനോ? അത് വേണ്ട, തീർച്ചയായും വേണ്ട. ഞാൻ ഈ തടാകത്തിൽ നിന്ന്, എൻ്റെ ജോലിയിൽ നിന്ന് അനേകം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്: പ്രശാന്തമായ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യം ഉപ്പുവെള്ളത്തിലോ ചുഴിയുള്ള ജലാശയത്തിലോ ജീവിക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുത്തനും അവനവൻ്റെ നിലനോക്കി ജീവിക്കണം, അങ്ങനെ ദുർമരണം ഒഴിവാക്കണം എന്ന്.